വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകൾക്കാവശ്യമായ ഗണേശ വിഗ്രഹങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് കാസർഗോഡ് ഉളിയത്തടുക്കയിലെ ഗുരുകൃപാ നിലയം. വിഗ്രഹ നിർമ്മാണത്തിൽ 54 വർഷത്തെ പാരമ്പര്യമുള്ള ബി കേശവതന്ത്രിയുടെ മേൽനോട്ടത്തിലാണ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. കാസർഗോഡ് ഗണേശോത്സവത്തിലേക്കടക്കം 38 ഇടങ്ങളിലേക്ക് വേദപഠന കേന്ദ്രം കൂടിയായ ഗുരുകൃപാ നിലയത്തിൽ നിന്നും ഗണേശ വിഗ്രഹങ്ങൾ എത്തും. അത്യാധുനികവും ലോക നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു. ബെഡ്റൂമോ, ലിവിംഗ് റൂമോ, ഓഫീസോ, സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ആർട്ടിക് ഫർണിച്ചർ, കാസർഗോഡ്, ഉപ്പള, മാംഗ്ലൂർ, കാഞ്ഞങ്ങാട്, വടകര. വിനായക ചതുർത്ഥി ദിനം അടുത്തതോടെ കാസർഗോഡ് ഉളിയത്തടുക്കയിലെ ഗുരുകൃപാ നിലയം ഗണേശ വിഗ്രഹങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ്. ഗണേശോത്സവങ്ങളിൽ നിമജ്ജനം ചെയ്യുവാനുള്ള ഗണപതി വിഗ്രഹങ്ങളുടെ അവസാനഘട്ട മിനുക്കുപണികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ബി കേശവതന്ത്രിയുടെ മേൽനോട്ടത്തിൽ മക്കളായ ഹരിപ്രസാദും ഗുരുപ്രസാദും ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം ചേർന്നാണ് വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നത്. കഴിഞ്ഞ 54 വർഷത്തോളമായി ഗണേശ വിഗ്രഹ നിർമ്മാണത്തിൽ മുഴുകിയിരിക്കുന്ന ബി കേശവതന്ത്രിയുടെ വിഗ്രഹ നിർമ്മാണത്തിലെ മികവ് പ്രസിദ്ധമാണ്. തറവാട്ടുകാരും സംഘടനകളും ഓർഡർ ചെയ്ത 38ഓളം വിഗ്രഹങ്ങളാണ് ബി കേശവതന്ത്രിയുടെ ഭവനത്തോട് ചേർന്നുള്ള പണിപ്പുരയിൽ ഒരുങ്ങുന്നത്. സാർവദേശീയ ഗണേശോത്സവത്തിനായി വിവിധ ഉയരങ്ങളുള്ള വിഗ്രഹങ്ങളാണ് നിർമ്മിക്കുന്നത്. കാസർഗോഡ് ഗണേശോത്സവത്തിലേക്ക് ഇക്കുറി ഗണേശ വിഗ്രഹം നിർമ്മിച്ചു നൽകുന്നതും ഇവിടെ നിന്നാണ്. 6.25 അടി ഉയരമുള്ള വിഗ്രഹത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇനി ചായം തേക്കുന്ന പ്രവൃത്തി മാത്രമാണ് ബാക്കിയുള്ളത്. ഓട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കളിമണ്ണാണ് വിഗ്രഹങ്ങൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്നത്. കർണാടകയിലെ കുന്താപുരത്ത് നിന്നുമാണ് ഈ കളിമണ്ണ് എത്തിക്കുന്നത്. കേരളത്തിലും കർണാടകയിലും അടക്കമുള്ള ഗണേശോത്സവ ചടങ്ങുകൾക്ക് വേണ്ടി വർഷങ്ങളായി ഇവിടെ നിന്നും വിഗ്രഹങ്ങൾ ഒരുക്കി നൽകാറുണ്ട്. ഇത്തവണ കാസർഗോഡ് കൂടാതെ പയ്യന്നൂർ, കാഞ്ഞങ്ങാട്, എടനീർ, കുണ്ടാർ ഉൾപ്പെടെയുള്ള ജില്ലയിലെ മിക്ക സ്ഥലങ്ങളിലെയും കർണാടകയിലെയും സാർവജനിക ഗണേശോത്സവങ്ങളിൽ നിമജ്ജനം ചെയ്യുവാനുള്ള ഗണേശ വിഗ്രഹങ്ങൾ ഒരുങ്ങുന്നത് ബി കേശവതന്ത്രിയുടെ കരവിരുതിലാണ്. മല്ലികാർജുന ശ്രീ അമ്പലത്തിൻ്റെ 70ാമത്തെ വാർഷിക മഹോത്സവത്തിൻ്റെ പരമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞിനി ഒരു ഗണേശ വിഗ്രഹം ആക്കിയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്, അങ്ങനെ പിന്നെ അതിന് നല്ലൊരു മുഹൂർത്തം നോക്കിയിട്ട് തുടങ്ങിയിനി. ആ മുഹൂർത്തം ഇടീ ജഗത്തിന് തന്നെ നല്ലതന്നെ ഉണ്ട് എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു സ്ഥിതിക്ക് അതിലിപ്പോൾ ഒരു 10 ദിവസത്തെ വാർഷിക ഉത്സവം കൈക്കാണെന്നിട്ട് അവരെല്ലാം അഭിപ്രായം വെച്ചിനി. അങ്ങനെ വിഗ്രഹം തയ്യാറാക്കുന്നുണ്ട്. അതേ വിഗ്രഹം മറ്റേ എല്ലാ കുറേ അടുത്തുനിന്ന് വന്നിനി വേറെ വേറെ വിഗ്രഹം ഗണേശോത്സവത്തിന്, സാർവജനിക ഗണേശോത്സവം അങ്ങനെ ഓരോരോ വീട്ടിൽ കുടുംബത്തിൽ ആക്കുന്ന അങ്ങനത്തെ മഹാ ഉത്സവത്തിൻ്റെ വിഗ്രഹം അങ്ങനെ ഒരു 34 വിഗ്രഹം ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ബാംഗ്ലൂർ ഉണ്ടായിന്, അതെല്ലാം കൊണ്ടുപോയി ഇതിപ്പോൾ റെഡി ആയിട്ട് ആയിക്കൊണ്ടുണ്ട്. നാളെ ഗണേശ വിഗ്രഹ നിർമ്മാണ കേന്ദ്രം മാത്രമല്ല, വേദപഠന കേന്ദ്രം കൂടിയാണ് ഗുരുകൃപ നിലയം. നിരവധി കുട്ടികൾക്കാണ് ബി കേശവതന്ത്രി വേദപഠനം നൽകി വരുന്നത്. ഗണേശ വിഗ്രഹങ്ങൾക്ക് പുറമെ ശാരദാ വിഗ്രഹങ്ങളും ഇവിടെ നിന്നും നിർമ്മിച്ചു നൽകുന്നു. വീട്ടുകാർക്ക് പുറമെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ പുരുഷോത്തമ, ഗോപാലകൃഷ്ണ, ചരൺകുമാർ, യതീന്ദ്ര, പുഷ്പരാജ്, സുജീഷ്, അനിൽകുമാർ, ഭരത് കുമാർ, നവീൻ, ധനുഷ്, ചിരായുഷ് എന്നിവരും വിഗ്രഹ നിർമ്മാണത്തിനായി സഹായത്തിനുണ്ട്. ഉളിയത്തടുക്കയിലെ വൈദിക കേന്ദ്രമായ ഗുരുകൃപാ നിവാസിൽ ഗണേശോത്സവങ്ങളിൽ നിമജ്ജനം ചെയ്യുവാനുള്ള ഗണേശ വിഗ്രഹങ്ങളുടെ അവസാനഘട്ട പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. വിഗ്രഹ നിർമ്മാണ രംഗത്ത് 54 വർഷത്തെ പാരമ്പര്യമുള്ള ബി കേശവതന്ത്രിയുടെ മേൽനോട്ടത്തിൽ മക്കളായ ഗുരുപ്രസാദും ഹരിപ്രസാദും ബന്ധുക്കളുമെല്ലാം ഈ പ്രവൃത്തിയിൽ സജീവമാണ്. ക്യാമറാമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്.